ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഏജ് ആൻഡ് വെയിറ്റ് ലോസിനെ കുറിച്ചാണ്. ഈ ഏജും വെയിറ്റ് ലോസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും കണക്ഷൻ ഉണ്ട്. അതായത് നമുക്കറിയാം, ഒരു 30 വയസ്സിന് മുമ്പ് ഈവൻ നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിരിക്കും. എന്നാൽ ഒരു 30 വയസ്സിന് ശേഷം നമ്മൾ അന്നിട്ട എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കണ്ടെന്ന് വരത്തില്ല. ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തിന്റെ ഒരു കാരണം കൊണ്ടാണ്. ഒരു 30 വയസ്സിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി മെറ്റബോളിസം ലോവർ ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ വെയിറ്റ് റിഡക്ഷനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മസിൽ ലോസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ നല്ല രീതിയിൽ സ്ലോവർ ആക്കാനായിട്ടുള്ള ഒരു റീസൺ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് റുട്ടീൻ ഒക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏർലി ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇങ്ങനത്തെ ഹാബിറ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ത്രൂ ഔട്ട് ഫോളോ ചെയ്യേണ്ട